ദൈവതുല്യനായ ക്രിമിനൽ. പലർക്കും അയാൾ കൺകണ്ട ദൈവമായിരുന്നു. ആ വാക്കുകളിൽ വീണുപോയത് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ്. നന്മ എന്ന മുഖംമൂടി ധരിച്ച് മതഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് ജനങ്ങളുടെ കണ്ണുനീരിൽ ലാഭം കൊയ്ത ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ. ഇന്ന് അയാൾ ഒരു പോക്സോ കേസ് പ്രതിയാണ്. 16 വയസ്സുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയെ കൗൺസിലിംഗിന്റെ പേരിൽ വീട്ടിൽ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച നരാധമൻ. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറുമൊരു ക്രൈം വാർത്തയെക്കുറിച്ചല്ല. നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ പടർന്നു പന്തലിക്കുന്ന നന്മമരം ക്രിമിനലുകളെയും വ്യാജ സൈക്കോളജിസ്റ്റുകളെയും കുറിച്ചാണ്. ഇതാ ഫിലിപ്പ് മമ്പാട് എന്ന മുഖംമൂടി അഴിഞ്ഞു വീഴുമ്പോൾ. സോഷ്യൽ മീഡിയ ഇന്ന് കാപട്യം നിറഞ്ഞ ഒരു ലോകമാണ്. ചിരിച്ചുകൊണ്ടുള്ള അഭിനയമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആയുധം. ഫിലിപ്പ് മമ്പാട് ചെയ്തതും മറ്റൊന്നല്ല. തന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ 14-ാം വയസ്സിൽ നാടുവിട്ടതും ചെന്നൈയിലെ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞതും അതിഭാവുകത്വത്തോടെ പറഞ്ഞു അയാൾ ഒരു പുണ്യപുരുഷൻ പരിവേഷമുണ്ടാക്കിയെടുത്തു. അയാൾ ലക്ഷ്യം വെച്ചത് ആരെയാണ്? സാധാരണക്കാരായ നിഷ്കളങ്കരായ മനുഷ്യരെ. പ്രത്യേകിച്ചു മലപ്പുറം ഭാഗത്തുള്ള ഇസ്ലാമിക സഹോദരങ്ങളെ കയ്യിലെടുക്കാൻ ഖുറാനിലെ വചനങ്ങൾ വരെ അയാൾ ആയുധമാക്കി. എന്ന് മുൻപ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇന്ന് വായനയിലൂടെ വന്ന ചില അറിവുകളാണ് അതിനെന്നെ ഏറ്റവും കൂടുതൽ എന്നെ പ്രാപ്തനാക്കിയത്. ഒരുപക്ഷെ ഏറ്റവും വലിയ ഗ്രന്ഥം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുറാനാണ്. പരിശുദ്ധ ഖുറാന്റെ ഈ 6666 114 സൂറത്തിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതിലൂടെ എല്ലാം പലപ്പോഴും എന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ശരീരത്തിന് മുഴുവൻ ഊർജ്ജം സംഭരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം സ്വാംശീകരിച്ച വായനയുടെ ചില നിമിഷങ്ങളാണ്. ഇതിനെയാണ് നമ്മൾ ഇമോഷണൽ മാനിപുലേഷൻ എന്ന് വിളിക്കുന്നത്. പോലീസുകാരൻ എന്ന ഇമേജും മോട്ടിവേഷണൽ സ്പീക്കർ എന്ന പദവിയും ഉപയോഗിച്ച് അയാൾ നടത്തിയ തട്ടിപ്പുകൾക്ക് കണക്കില്ല. മാസം ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടും പാവപ്പെട്ട തന്റെ അമ്മയെപ്പോലും തിരിഞ്ഞു നോക്കാത്ത ഒരാളായിരുന്നു ഈ മാതൃകാ പുരുഷൻ എന്ന് നാട്ടുകാർക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ പീഡനവും സഹനം അനുഭവിച്ച അമ്മയുടെ മകനാ ഞാൻ. 29 കിലോ മാത്രം തൂക്കമുള്ള, ഒരു കാതിൽ മാത്രം കമ്മല് ധരിക്കുന്ന, റോഡ് ഗോൾഡിന്റെ മാല മാത്രം ധരിക്കുന്ന, ഒരിക്കൽ പോലും കൈകൾ ഉയർത്താത്ത മേരിക്കുട്ടി എന്ന് പറയുന്ന ഒരമ്മയുടെ മകനാണ് ഞാൻ. മദ്യപാനത്തിന്റെ ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. പക്ഷെ ഇന്ന് എല്ലാ സന്തോഷമുണ്ട്. ജീവിതത്തില് മാതാപിതാക്കളെ ഇങ്ങനെ ചേർത്തിങ്ങനെ പിടിക്കുക. ഒരുപക്ഷെ നിങ്ങൾ കണ്ണ് തുറക്കുമ്പോഴേക്കും അവർ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും. പാവപ്പെട്ട തന്റെ അമ്മയെപ്പോലും തിരിഞ്ഞു നോക്കാത്ത ഒരാളായിരുന്നു ഈ മാതൃകാ പുരുഷൻ. വ്യാജ സൈക്കോളജിയുടെ വിപത്ത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വ്യാജന്മാരുള്ള ഒരു മേഖലയാണ് സൈക്കോളജി. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകാൻ എന്ത് യോഗ്യത വേണമെന്ന് നിങ്ങൾക്കറിയാമോ? വെറും 3 മാസത്തെ ഓൺലൈൻ കോഴ്സ് അല്ല വേണ്ടത്. സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ RCI അംഗീകരിച്ച MPhilോ ട്രെയിനിങ്ങോ നേടണം. എങ്കിൽ മാത്രമേ ഒരാൾക്ക് ഡിപ്രഷനോ മറ്റു മാനസിക പ്രശ്നങ്ങളോ ഉള്ള ഒരാളെ ചികിത്സിക്കാൻ അവകാശമുള്ളൂ. എന്നാൽ ഫിലിപ്പ് മമ്പാടിനെപ്പോലെ ഒരു യോഗ്യതയുമില്ലാത്തവർ മൈൻഡ് ട്രെയിനർ എന്നും ലൈഫ് കോച്ച് എന്നും ബോർഡ് വെച്ച് ഇറങ്ങുകയാണ്. ജീവിതാനുഭവങ്ങളുണ്ടെന്ന് കരുതി ആർക്കും മറ്റൊരാളെ കൗൺസിൽ ചെയ്യാൻ പറ്റില്ല. യോഗ്യതയില്ലാത്തവരുടെ അടുത്ത് കൗൺസിലിംഗിന് പോകുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ മാനസികാരോഗ്യം മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷ കൂടി അപകടത്തിലാക്കുകയാണ്. ഫിലിപ്പ് മമ്പാട് എന്ന വ്യാജ സൈക്കോളജിസ്റ്റ് ആ പെൺകുട്ടിയെ കുടുക്കിയതും ഈ കൗൺസിലിംഗ് എന്ന വ്യാജപ്പേരിലാണ്. ഈ കേസിൽ ഏറ്റവും ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചൈൽഡ് അബ്യൂസ് ഗ്രൂമിംഗ് ആണ്. ഒരു ക്രിമിനൽ പെട്ടെന്നൊരു കുട്ടിയെ ആക്രമിക്കുകയല്ല ചെയ്യുന്നത്. പകരം കുട്ടിയുടെയും മാതാപിതാക്കളുടെയും വിശ്വാസം നേടിയെടുക്കും. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പഠിപ്പിക്കും. നമുക്കിടയിലെ കാര്യങ്ങൾ ആരും അറിയരുത് എന്ന് കുട്ടിയോട് പറയും. വ്യാജ സ്നേഹം നടിച്ചും സമ്മാനങ്ങൾ നൽകിയും കുട്ടിയെ വശത്താക്കും. ഒറ്റപ്പെടുത്തൽ കൗൺസിലിംഗിന്റെ പേരിൽ മാതാപിതാക്കളിൽ നിന്ന് കുട്ടിയെ മാറ്റി നിർത്തും. ഫിലിപ്പ് മമ്പാട് ചെയ്തത് ഇതാണ്. ആ പെൺകുട്ടിക്ക് മാനസികമായ ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് കണ്ടപ്പോൾ മോളെ എന്റെ വീട്ടിൽ നിർത്തി കൗൺസിലിംഗ് കൊടുക്കാം എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ അയാൾ വിശ്വസിപ്പിച്ചു. ഒരു ദൈവത്തെപ്പോലെ കണ്ട ആളെ അവർ സംശയിച്ചില്ല. ഫലം, ആ കുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. നിങ്ങളുടെ കുട്ടിയെ ഒരാൾ കൗൺസിലിംഗിന് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ ആളാണെങ്കിലും നിങ്ങൾ എതിർക്കണം. ഒരു അംഗീകൃത ക്ലിനിക്കിൽ ഒരു തേർഡ് പേഴ്സൺ മേൽനോട്ടത്തിൽ മാത്രമേ കൗൺസിലിംഗ് നടത്താ. പോലീസിന്റെ നടപടിയും സോഷ്യൽ മീഡിയയിലെ ന്യായീകരണങ്ങളും. ചിലർ ഇപ്പോഴും പറയുന്നു ഇതൊരു ലഹരി മാഫിയയുടെ കളിയാണ്, വ്യാജ പരാതിയാണ് എന്ന്. ഓർക്കുക, ഫിലിപ്പ് മമ്പാട് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്.
അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അത്ര എളുപ്പമല്ല. ഒരാഴ്ചയോളം എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്ത ശേഷം ഇയാൾ കുറ്റം ചെയ്തു എന്ന് 100% ബോധ്യപ്പെട്ടതിനു ശേഷമാണ് നിലമ്പൂർ പോലീസ് ഇയാളെ പൊക്കിയത്. അതുകൊണ്ട് തെളിവുകൾക്ക് മുന്നിൽ തകർന്നു വീണ ഈ ക്രിമിനലിനെ ന്യായീകരിക്കുന്നത് നിർത്തുക. അയാൾക്ക് ലഭിച്ച സപ്പോർട്ടാണ് ഇത്തരം ക്രിമിനലുകൾക്ക് വളമിടുന്നത്. പോലീസ് സേനയുടെ അന്തസ്സ് കളഞ്ഞ ഇത്തരം വ്യക്തികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന നിലമ്പൂർ പോലീസിനെ നമ്മൾ അഭിനന്ദിക്കണം. ജാഗ്രത പാലിക്കുക. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മോട്ടിവേഷൻ ആരിൽ നിന്നും സ്വീകരിക്കാം, പക്ഷെ ആരെയും അന്ധമായി വിശ്വസിക്കരുത്. നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾക്ക് ലോജിക്ക് ഉണ്ടോ എന്ന് ചിന്തിക്കുക. വ്യാജ ഡോക്ടറേറ്റ് വെച്ചും നന്മമരും കളിച്ചും വരുന്നവന്റെ മുമ്പിൽ നിങ്ങളുടെ കുട്ടികളെ വിട്ടുകൊടുക്കരുത്. ഈ ഫിലിപ്പ് മമ്പാട് ഒരു പാഠമാണ്. നമ്മുടെ കുട്ടികളുടെ സുരക്ഷ നമ്മുടെ കയ്യിലാണ്. അർഹതയില്ലാത്തവർക്ക് ദൈവിക പരിവേഷം നൽകുന്നത് അവസാനിപ്പിക്കുക. സത്യം തിരിച്ചറിയുക, ജാഗ്രത പാലിക്കുക. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, കാരണം ഇനിയും ഒരു കുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്.